എന്നത്തെയും പോലെ ഇന്നും ഉച്ചയായിട്ടും ആരും എഴുന്നേറ്റിട്ടില്ല. തിരുവോണമാണ്. വർഷത്തിലൊരിക്കൽ നമ്മയൊക്കെ കാണാൻ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ പൂക്കളവും സദ്യയും ഒരുക്കി ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടവരല്ലേ നമ്മൾ മലയാളികൾ. ഇപ്പോൾ എന്തോണം, എന്ത് മഹാബലി, അതൊക്കെ പണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഓണക്കോടിയൊക്കെ ഉടുത്ത് കൂട്ടുകാരുമൊത്ത് തൊടിയിലേക്കിറങ്ങും. എന്തിനാ? പൂക്കൾ ശേഖരിക്കാൻ. എന്നിട്ട് പൂക്കളമൊരുക്കും, ഊഞ്ഞാലാടും, ഓണപ്പന്ത് കളിക്കും. എന്നിട്ട് ഉച്ചയാകുമ്പോൾ വാഴയിലേക്ക് ഇട്ട് വിഭവസമൃദ്ധമായ സദ്യ. അതൊക്കെ ഒരു കാലം. എന്താ പ്രഭാകരേട്ടാ തനിച്ച് നിന്ന് സംസാരിക്കുന്നത്? എവിടെ ബാക്കിയുള്ളവർ? നോം എത്തിയ കാര്യം അവരെ അറിയിക്കൂ. എന്നിട്ട് നമ്മെ സ്വീകരിക്കാൻ പറയാ. തമ്പുരാൻ എത്തിയോ? അങ്ങേ സ്വീകരിക്കുന്നതിനെ കുറിച്ചാ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ടത്തെ കാലമല്ല തമ്പുരാനെ. കാലം മാറും തോറും കോലവും മാറുമെന്ന് തമ്പുരാൻ കേട്ടിട്ടില്ലേ? നോം കേട്ടിരിക്കുന്നു. എന്താ പറ്റിയതിപ്പോ? കോലം മാറി, അത്ര തന്നെ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉണർന്നു വരാൻ തന്നെ ഉച്ച കഴിയും. എന്താ നമ്മുടെ പ്രജകൾക്ക് പറ്റിയത്? സദ്യയുടെ സമയമായിട്ടും ആരും ഉണർന്നില്ലെന്നോ? അതെ തമ്പുരാനെ, അടുത്ത വർഷം മുതൽ തമ്പുരാൻ സമയം കുറച്ച് മാറ്റുന്നത് നന്നായിരിക്കും. സമയം മാറ്റുകയോ? അതെങ്ങനെ? ഇപ്പോൾ ജനങ്ങൾ ഉണർന്നു വരുന്നത് ഉച്ച കഴിഞ്ഞാണ്. ഉറങ്ങാൻ രാത്രി 2 മണിയൊക്കെ ആകും. അതുവരെ അവർ എന്താ ചെയ്യുന്നത്? അയ്യോ തമ്പുരാനെ, പുതിയൊരു സാധനം ഉണ്ടിപ്പോ, മൊബൈൽ ഫോൺ. പണ്ട് നമ്മൾ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കില്ലേ, അതുപോലെ തോണ്ടി തോണ്ടി ഇരുന്ന ലോകത്തുള്ള എന്തും അതിൽ വരും. സിനിമ കാണാം, എത്ര ദൂരത്തുള്ളവരെയും കണ്ട് സംസാരിക്കാം. അങ്ങനെ മൊത്തത്തിൽ ജീവിതം തന്നെ ആഘോഷങ്ങളാണ്. അതിൻ്റെ ഇടയിലെ അങ്ങയുടെ വരവ് അവരത് ഓർക്കുമോ എന്ന് തന്നെ അറിയില്ല. ഞാൻ തന്നെ വിളിച്ചാൽ പോലും അവരറിയാറില്ല. ചെവിയിൽ ഒരു കുന്ത്രാണ്ടം വെച്ച് അടച്ചു വെക്കും. പിന്നെ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, അപ്പോൾ മറുപടി കിട്ടും. അതുകൊണ്ട് ഓണമൊന്നും അവർ ഓർക്കാറേ ഇല്ല. അല്ല, അവർ ഓർക്കും. കാരണം വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയും ഓണം മെസ്സേജുകൾ വരും. അപ്പോൾ അവർ ഓർക്കും. ഇതൊക്കെ തമ്പുരാൻ എങ്ങനെ അറിയാം? കഴിഞ്ഞ തവണ നാം വന്നപ്പോ നമ്മെ ശ്രദ്ധിക്കാതെ തലകുമ്പിട്ടിരിക്കുന്ന കുറെ പേരെ നാം കണ്ടു. ആദ്യം നാം ഒന്ന് ഭയന്നു. പിന്നെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് മൊബൈലിൽ നോക്കിയിരിക്കുകയാണെന്ന്. അങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ ഞാനും വാങ്ങി ഒരെണ്ണം. വാങ്ങുമ്പോൾ നല്ലത് തന്നെ ആകട്ടെ എന്ന് കരുതി പാതി തിന്ന ആപ്പിളിന്റെ പടമുള്ള അത് തന്നെ അങ്ങ് വാങ്ങി. കൊല്ലടാ വെടിവെക്കടാ. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കൊല്ലാം. എടാ കൊല്ലടാ വെടിവെക്കടാ. അയ്യോ ഓടിക്കോ, ആരോ നമ്മെ ആക്രമിക്കാൻ വരുന്നു. തമ്പുരാൻ പേടിക്കണ്ട, അത് ഇവിടുത്തെ ചെക്കൻ ഉണർന്നതാ. വൈദ്യരെ കാണിച്ചില്ലേ? അസുഖം വളരെ കൂടിയിരിക്കുന്നു തോന്നുന്നു. തമ്പുരാനെ, ഇത് അസുഖമൊന്നുമല്ല, മൊബൈലിൽ കളിക്കുന്നതാ. ഇതിങ്ങനെ അവൻ ഉണരുമ്പോ തുടങ്ങി ഉറങ്ങുന്നത് വരെ കാണും. സമയാസമയങ്ങളിൽ വെള്ളവും ഒക്കെ കൊടുത്താ അവർക്ക് ഇതിന്റെ ഇടയിൽ സമയം കിട്ടുവാണെങ്കിൽ ചിലപ്പോ കഴിക്കും. അപ്പോ അവൻ പുറത്തിറങ്ങാറില്ലേ? അപൂർവമായി അവൻ പുറത്തിറങ്ങാറുണ്ട്, എങ്കിലും നമ്മളെ ഉപദ്രവിക്കാറില്ല. മൊബൈൽ നോക്കി കുനിഞ്ഞ് നടന്നങ്ങ് പോകും. ഇവിടെ നമ്മൾ നിൽക്കുന്നത് പോലും അറിയില്ല. പിന്നെ പോന്ന വഴി വല്ല കസേരയോ മേശയോ അങ്ങനെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കൊടുത്താ അങ്ങ് പോയിക്കോളും. അല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകാറില്ല. നാം ഒന്ന് ഭയന്നു. കൊല്ലടാ വെടിവെക്കടാ. പിടിക്കടാ അവനെ, പിടിക്ക് കൊല്ലടാ. എടാ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കൊല്ലാം. പിടിക്കടാ അവനെ, പിടിക്ക്, കൊല്ല്. കുഴപ്പമൊന്നുമില്ല. എന്നാ നിങ്ങൾ ഏത് ക്ലബ്? നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കണു. നോം ക്ലബിൽ നിന്നല്ല, നോം ദാനം സ്വീകരിക്കുന്ന ആളുമല്ല. നോമാണ് ലോകപ്രസിദ്ധനായ ദാനധർമ്മി മഹാബലി. നമ്മുടെ ദാനശീലം കൊണ്ട് രാജ്യവും പ്രജകളും ഒക്കെ നമുക്ക് നഷ്ടമായി. അയ്യോ, മഹാബലി തമ്പുരാനായിരുന്നോ? ക്ഷമിക്കണം തമ്പുരാനെ, ഈ പിരിവുകാരെ കൊണ്ട് ഞങ്ങൾ മടുത്തിരിക്കുക. ഞാൻ കരുതി വല്ല ക്ലബിൽ നിന്നും പിരിവിന് വന്നാകുമെന്ന്.
നമ്മുടെ വേഷം കെട്ടിയും പിരിവോ? നാം ദാനം ചെയ്യാനല്ലേ പഠിപ്പിച്ചത്? എന്താ ഇവിടെ ഒരു ബഹളം? മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കുകയല്ലേ? എടി മഹാബലി തമ്പുരാനാ. അയ്യോ, മാവേലി തമ്പുരാനായിരുന്നോ? ഞാൻ കരുതി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് മീറ്റർ റീഡിങ്ങിന് വന്നവരാണെന്ന്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഉച്ചയൂണിന് സമയമായപ്പോഴാണോ എല്ലാവരും ഉണർന്നു വരുന്നത്? ഇനി എപ്പോഴാണ് പൂക്കളം ഒരുക്കുന്നതും സദ്യ ഉണ്ടാക്കുന്നതും ഒക്കെ? ഇന്ന് തിരുവോണമല്ലേ? ശരിയാണല്ലോ, ഇന്ന് തിരുവോണമാണെന്ന കാര്യം ഞാൻ മറന്നേ പോയി. സാരമില്ല, ഒക്കെ സെറ്റാക്കാം. തമ്പുരാൻ ഒന്ന് വെയിറ്റ് ചെയ്യേ. വാവ്, ഗ്രേറ്റ് മാവേലി! റീൽസ് ചെയ്യാൻ പറ്റിയ കണ്ട്. ഇത് ഞാൻ പൊളിക്കും. ലൈക്കും ഷെയറും വാഴിക്കൂട്ടും. വാ മാവേലി, നമുക്ക് കുറച്ച് റീൽസ് ചെയ്യാം. മാവേലി, ഇങ്ങനെ നിന്നെ. ഓ, അങ്ങനെയല്ല, ഇങ്ങനെ. മാവേലി, ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്. ഈ ചേട്ടന്റെ ഒരു കാര്യം, റീൽസ് എടുക്കുമ്പോഴാ. മോളെ ഇത് ആരെന്നറിയുവോ നിനക്ക്? ഇതാണ് മഹാബലി തമ്പുരാൻ. വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ ഒരുപാട് ദൂരത്തു നിന്നും വന്നതാ. വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഉച്ച സമയത്ത് നമ്മുടെ അതിഥിയായി വന്ന മഹാബലി തമ്പുരാനെ സദ്യയും പൂക്കളവും ഒരുക്കി നമ്മൾ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതൊക്കെ ആരോട് പറയാൻ? അപ്പം വിഷമിക്കേണ്ട, എല്ലാം സെറ്റാണ്. മാവേലി തമ്പുരാനെ സ്വീകരിക്കാനുള്ള പൂക്കളവും സദ്യയും ഇപ്പൊ റെഡിയാവും. അതെങ്ങനെ? നിങ്ങൾക്ക് മായയോ മന്ത്രമോ വല്ലോ അറിയോ? ഒരു ഡെലിവറി ഉണ്ടായിരുന്നേ. ആ, ഞാനാ ഓർഡർ ചെയ്തത്. കേറി വാ. ഇത് ആത്തപ്പൂക്കളം, ഇതാ. ഇത് സദ്യ. ഹാപ്പി ഓണം. മോനെ, ഇന്ന് തിരുവോണമാടാ. നമുക്കെല്ലാവർക്കും ഇന്ന് ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കണം. അയ്യോ, എനിക്ക് സമയമില്ല അപ്പൂപ്പ. എനിക്ക് കളിച്ച് ചിക്കൻ ഡിന്നർ മേടിക്കാനുള്ളതാ. ഇന്ന് തിരുവോണമായിട്ട് ചിക്കനും മട്ടനും ഒന്നും കഴിച്ചുകൂടടാ മോനെ. അപ്പൂപ്പ, ഇതല്ല, പബ്ജി ഗെയിമാണ്. ഇതിൽ ജയിക്കുമ്പോൾ കിട്ടുന്നതാ. എന്തായാലും നമ്മൾ ഓണത്തിന് ഇറച്ചി മീൻ ഒന്നും കഴിക്കരുത്. ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി സദ്യ കഴിക്കാം. ഓ ശരി അപ്പൂപ്പ. സദ്യ റെഡി. എല്ലാവരും കൈകഴുകി വന്നോളൂ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാം. പണ്ടൊക്കെ ഓണസദ്യ വീട്ടിൽ എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമായിരുന്നു. ഇന്നോ മൊബൈൽ ഫോൺ എടുത്ത് ഒന്ന് ഞെക്കിയാൽ മതി. പൂക്കളത്തിന് പറമ്പിലിറങ്ങി പൂക്കൾ ശേഖരിക്കണമായിരുന്നു. ഇന്നോ മൊബൈൽ ഫോൺ എടുത്ത് ഒന്ന് ഞെക്കിയാൽ മതി. ഓണക്കളികൾക്ക് പകരം മൊബൈൽ ഗെയിമുകൾ, ഓണപ്പാട്ടിന് പകരം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റീൽസ്. ഇക്കണക്കിന് പോയാൽ ഞാനും ഒരു ആപ്പ് ഉണ്ടാക്കും, മഹാബലി ആപ്പ്. എന്തായാലും എമിനൻസ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. ഇനി നാം നമ്മുടെ പ്രജകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.